ഹായ്, ഞാൻ അനുപ്രിയ. കറൻ്റ്ലി ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് അറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. സോ +1 +2 എക്സാംസ് ഒക്കെ വരായി. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എല്ലാവരും ഇരുന്ന് പഠിക്കുന്ന ടൈമായിരിക്കും. എല്ലാവരും നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ച് കൃത്യമായിട്ട് എല്ലാവരും ഇരുന്നിട്ട് പഠിക്കുക, നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ എൻ്റെ വീഡിയോസിൻ്റെ താഴെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് എങ്ങനെയാണ് +1 +2 പഠിക്കേണ്ടത്, എങ്ങനെ സ്കോർ ചെയ്യാന്നുള്ള രീതിയിൽ. ഇതിന് റിപ്ലൈ തരാൻ കുറച്ചധികം വൈകിപ്പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. കുറേ തിരക്കായിട്ട് അങ്ങനെ പോയതാണ്, സോറി. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് ഈ വീഡിയോ. അപ്പോൾ എനിക്കും ഇതേ കാര്യം തുടക്കത്തിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് +1 നമ്മൾ വന്ന ഒരു സമയം ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ എഴുതിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്യാനായിരുന്നു ആദ്യം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്, ഞാൻ എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതുന്ന രീതി. അപ്പോൾ ഈ ആൻസേഴ്സ് എഴുതുമ്പോൾ തന്നെ ഗ്രാമർ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ വേണം. അപ്പോൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഇതിൻ്റെ പാർട്ട് 2 എങ്ങനെ നമുക്ക് പേപ്പർ നല്ലപോലെ എഴുതണം എന്നുള്ള രീതിയിൽ ഒരു ഷോർട്ട് വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതിയിൽ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ പാസേജ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ ഒരു പാസേജ് തന്നിട്ട് അതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, രണ്ട് ആൻസർ എഴുതുന്ന പരിപാടി. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്തെന്നുള്ളതാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആദ്യം വായിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് വേണ്ടത്. കാരണം ഈ ആദ്യം തന്നെ നമ്മൾ പാസേജ് പോയിട്ട് വായിച്ചിട്ട് അതിനൊത്തിരി സമയം പോയേ, പിന്നെ ക്വസ്റ്റ്യൻസ് വായിക്കണം, അപ്പോൾ അതിന് കുറച്ചുകൂടി സമയം പോയേ, പിന്നെ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് തപ്പണം പാസേജിൽ പോയിട്ട് ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത്, അപ്പോൾ വീണ്ടും കുറച്ചുകൂടി സമയം പോയി. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് കുറച്ച് അധികം സമയം കൂടെ പോയ പോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സമയം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് വായിക്കുകയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് വായിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഹൂ ഈസ് ദ സ്പീക്കർ, സ്പീക്കർ ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിക്കണം കേട്ടോ, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റു പാസേജ് വായിക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ തപ്പിപ്പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വായിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് വേമേ സ്ട്രൈക്ക് ആവും ആൻസർ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഒന്നാമത്തെ കാര്യം. പാസേജ് കണ്ട് പിന്നെ ഉള്ളത് ഗ്രാമറാണ്. ഗ്രാമർ നമ്മൾ അതിനായിട്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കുക. കാരണം ഈ ഗ്രാമർ സെക്ഷനിൽ മാത്രമല്ല വേണ്ടത്, നമ്മൾ ഹോൾ ആൻസർ എഴുതുമ്പോൾ തന്നെ അതിലൊക്കെ ഗ്രാമർ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഇല്ലേ, മാർക്ക് പോവില്ല അവിടെ. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഗ്രാമർ നിങ്ങൾക്ക് എങ്ങനത്തെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും, അപ്പോൾ അതൊന്നും കൂടി പഠിക്കുക. അല്ലെങ്കിൽ ഇനി പഠിക്കാനുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഒക്കെ കണ്ട് നേരത്തെ തന്നെ അത് റെഡിയാക്കി വെക്കുക. ആ മാർക്കുകൾ നമുക്ക് അവിടെ സെക്യൂർ ആക്കി വെക്കണം. പിന്നെ ഉള്ളത് എന്തായിരുന്നു, ക്വസ്റ്റ്യൻസ് അല്ലേ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ. അതായത് നമുക്ക് ഓൾറെഡി മിക്കവാറും അത് ടെക്സ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയല്ലേ, അതായത് കഥ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് നല്ലോണം പഠിക്കുക, ഓരോ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്തത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നോട്ട്ബുക്ക് എടുക്കും, എന്നിട്ട് ഞാൻ ആദ്യം വായിച്ച് മനസ്സിലാക്കും ഇതൊക്കെയാണ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇതിനകത്ത് എഴുതേണ്ടത് എന്നുള്ളത്. എന്നിട്ട് ബുക്ക് അടച്ചു വെച്ചിട്ട് ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞു പഠിക്കുക, ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞ് പഠിക്കുക. എന്ന് വെച്ചാൽ അത് അപ്പോൾ തന്നെ നമുക്ക് പോയിട്ട് എഴുതാൻ പറ്റും, കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ആലോചിച്ചിരുന്ന് സമയം കളയണ്ട. നമുക്ക് മലയാളത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് പിന്നെ എക്സാം ഹോളിൽ നിന്നിട്ട് ഇംഗ്ലീഷ് വൽക്കരിക്കാമെന്ന് വിചാരിച്ചിരുന്ന കുറച്ച് സമയം പോയില്ല. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞ് അത് ബ്രെയിനിൽ കീർത്തി വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ഈ സ്പീച്ച്, അപ്രിസിയേഷൻ, പിന്നെന്താ എസ്സേ, ലെറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ. ആ ഒരു സെഷൻ എന്ന് പറയുന്നത് നിങ്ങളൊരു മോഡൽ ഓൾറെഡി പഠിച്ചു വെക്കണം. കുറച്ച് ക്വസ്റ്റ്യൻസും ഒറ്റ മോഡലായിട്ട് പോകരുത്, പല പല ക്വസ്റ്റ്യൻസ് ആ ഒരു മോഡലിൽ എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ച് എഴുതാം എന്നുള്ള രീതിയിൽ പഠിച്ചു പോകണം. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഏത് ടോപ്പിക് അവർ എസ്സേക്ക് തരാം, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ മോഡലും കാര്യങ്ങളും ഓൾറെഡി നിങ്ങൾ സെറ്റാക്കി പോകാം, എന്നിട്ട് അതിനനുസരിച്ച് എഴുതുക. അപ്പോൾ ഇതൊക്കെ പറയുന്നത് നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു വെക്കണം, അല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. അതിന് വേണ്ടിയിട്ട് കുറേ സമയം കളയണമെന്നല്ല, നല്ലൊരു മോഡൽ കാര്യങ്ങളൊക്കെ എഴുതി റെഡിയാക്കി വെക്കുക. പിന്നെ മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. എന്ന് വെച്ചിട്ട് അങ്ങനെ കാണാതെ പഠിക്കണം എന്നല്ല, ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ എഴുതണം, നല്ല രീതിയിലാക്കി വെക്കുക. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇംഗ്ലീഷിൽ. പിന്നെ കുറേയൊക്കെ നമ്മൾക്ക് എഴുതി പിടിപ്പിക്കുക എന്നുള്ളതൊക്കെ തന്നെയുണ്ട് അല്ലേ. പിന്നെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കുറേ ഇങ്ങനെ എഴുതി പോകുന്നുണ്ടായിരിക്കും, വെച്ചിട്ട് 4 മാർക്കിന് കുറേ എഴുതണം, അങ്ങനെ ഇല്ലല്ലോ. നമുക്ക് അറിയണ്ടാവും ഓരോ മാർക്കിന് ഇത്രയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ. അതിനനുസരിച്ച് തന്നെ കൃത്യമായിട്ട് എഴുതി ശീലിക്കുക. ഇപ്പം തന്നെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഈ ഒരു ഓർഡറിലൊക്കെ നോക്കി പോവുക എന്നുള്ളതാണ്.